Meet the editors. പോരാട്ടം കൊഴുക്കുമോ എന്നാണ് നമ്മുടെ ചോദ്യം. ഡോക്ടർ അരുൺകുമാർ, എം.വി. ജയരാജനെ നേരിടാൻ സാക്ഷാൽ കെ സുധാകരൻ തന്നെ ഇറങ്ങുന്നു കണ്ണൂരിൽ. പോരാട്ടം കൊഴുക്കുമോ? പോരാട്ടം കൊഴുക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാഹുൽ ഗാന്ധി അല്ല വയനാട്ടിൽ മത്സരിക്കുന്നത്, നൌഷാദ് അലിയാണ് മത്സരിക്കുന്നതെങ്കിൽ അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി സൃഷ്ടിച്ചൊരു തരംഗം ചുരുങ്ങിയത് 5 മണ്ഡലത്തിലെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിലൊരു മണ്ഡലം വയനാടിന് പുറമെ കണ്ണൂരും ഒപ്പം വടകരയും തൃശ്ശൂരുമായിരുന്നു. ഞാനതാണ് ഈ ഭാഗത്ത് CPI കുറിച്ചുകൂടി സംസാരിക്കാമെന്ന് പറഞ്ഞത്. തൃശ്ശൂരിൽ VS സുനിൽകുമാറിനുള്ള വലിയ ആത്മവിശ്വാസം, കഴിഞ്ഞ തവണ രാഹുൽ സൃഷ്ടിച്ച ഒരു ഇമ്പാക്റ്റും, ഒരു ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒറ്റക്കക്ഷിയായി കോൺഗ്രസിനെ വരുത്തേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിയ വോട്ടർമാരുമാണ് കഴിഞ്ഞ തവണ TN പ്രതാപൻ അടക്കം വലിയൊരു മാർജിനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ മറുഭാഗത്ത് KK ശൈലജയും തോമസ് ഐസക്കും പന്ന്യൻ രവീന്ദ്രനും മാനി രാജയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇടതുമുന്നണിയുടെ അവർക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ നിൽക്കുന്ന സാഹചര്യത്തിൽ പോരാട്ടം കൊഴുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂരിൽ ഇത് വളരെ വ്യക്തവുമാണ്. K സുധാകരൻ കണ്ണൂരിൽ ഇപ്പോൾ KPCCക്ക് ആലോചിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും 1-2 പ്രശ്നങ്ങളുള്ളത്. K സുധാകരൻ അല്ലെങ്കിൽ ആരായിരുന്നു എന്ന ചോദ്യത്തിന് അവിടെ പല പേരുകൾ നമ്മൾ പറഞ്ഞു കേട്ടു. അതിലൊരാൾ അബ്ദുൾ റഷീദ് ആയിരുന്നു, നേരത്തെ തളിപ്പറമ്പിൽ MV ഗോവിന്ദമാഷിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി. മറ്റൊന്ന് മുഹമ്മദ് ബ്ലാത്തൂരാണ്, A ഗ്രൂപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇവർ രണ്ടുപേരുടെയും വിജയ സാധ്യത വളരെ കുറവാണെന്നുള്ളത് കൊണ്ടും ഷമാ മുഹമ്മദിനെ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചെങ്കിലും ഏകദേശം 26% വോട്ട് ബാങ്ക് ഉള്ള കണ്ണൂരിൽ ഷമാ മുഹമ്മദിനെ നിർത്തുന്നത് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് ഭയന്നിട്ടാണ് K സുധാകരനെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. K സുധാകരൻ മാത്രമാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ MV ജയരാജന് ഒത്ത എതിരാളിയായിട്ട് വരാൻ സാധ്യതയുള്ളതും. പക്ഷേ 2 ഘടകങ്ങൾ നിലവിൽ K സുധാകരനെതിരാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം MV ജയരാജൻ എന്ന് പറയുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി ഇറക്കുന്നതും പാർട്ടി ഇതിനകം തന്നെ കഴിഞ്ഞ 6 മാസം മുമ്പ് തന്നെ ബൂത്ത് തലത്തിലടക്കം ലോക്കൽ കമ്മിറ്റി തലത്തിലടക്കം വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് K സുധാകരന് ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്പർ 2, രണ്ടാമത്തത് നോക്കൂ, 2 മണ്ഡലങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം ഇടതുമുന്നണിക്ക് വലിയ ആധിപത്യമുള്ള മണ്ഡലങ്ങളാണ്. അതായത് ഇരിക്കൂരും പേരാവൂരിനെയും മറികടക്കാൻ ധർമ്മടത്തെയും മട്ടന്നൂരിലെയും മാത്രം ഭൂരിപക്ഷം മതിയാകും. അഴീക്കോടും ഇപ്പോൾ നിലവിൽ സുമേഷിൻ്റെ അഴീക്കോടും ഇടതുമുന്നണി ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിലവിൽ ഗ്രൗണ്ടിലെ കണക്കുകൾ K സുധാകരന് ഗുണകരമാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തതാണ് ലീഗിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തള്ളിക്കളയാൻ കഴിയില്ല. ഏകദേശം 3,33,000 വോട്ടുകൾ കണ്ണൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുസ്ലിം വോട്ടർമാരായിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് K സുധാകരനെ കാണുന്നത്? ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ K സുധാകരനെ വിലയിരുത്തുകയാണെങ്കിൽ അത് K സുധാകരൻ്റെ ഒരു തിരിച്ചടിയാവും. രണ്ടാമത്തത് BJPയിൽ തനിക്ക് വേണമെന്ന് തോന്നിയാൽ പോകും എന്ന നിലപാടെടുത്ത് K സുധാകരനെ ലീഗ് എത്രത്തോളം പിന്തുണയ്ക്കും എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. പട്ടിപ്രയോഗം ലീഗിൻ്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് പോകാനുള്ള സാധ്യതയില്ല. പിന്നീട് ഏറ്റവും ഒടുവിൽ ലീഗിന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള തുറന്നടിച്ചുള്ള വർത്തമാനങ്ങൾ, ഇതെല്ലാം ലീഗ് വോട്ടുകളെയും മുസ്ലിം വോട്ടുകളെയും K സുധാകരനിൽ നിന്ന് അകറ്റാൻ കാരണമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, ഒന്ന് നിലവിൽ സംഘടനാ മെഷീനറി കോൺഗ്രസിനേക്കാൾ വളരെ ശക്തമായി MV ജയരാജൻ എന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കീഴിൽ ലോക്കൽ കമ്മിറ്റി തലത്തിലടക്കം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തത് വളരെ ഡിസിസീവായ ലീഗ് ഫാക്ടർ. ഇത് രണ്ടും K സുധാകരന് അവിടെ ഒരു വലിയ വെല്ലുവിളിയാണ്. അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ K സുധാകരൻ MV ജയരാജനെ പരാജയപ്പെടുത്താൻ സാധിക്കൂ എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ മത്സരം കൊഴുക്കും. ഓക്കെ, വ്യക്തമാണ്. നികേഷ് സർ, K സുധാകരൻ മത്സരിക്കുന്നില്ല എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. അദ്ദേഹം കരുതിയിരുന്നത് അടുത്ത മാസം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ മത്സരിച്ച് പാർലമെൻറ്റിലെത്താം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനവും കീപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം രാജ്യസഭയിൽ ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, കേരളം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു സാധാരണ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ പോലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ മത്സരിക്കാം എന്നുള്ളതായിരുന്നു ധരിച്ചിരുന്നത്. ആ നിലയിൽ VD സതീശനുമായിട്ട് സംസാരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. K സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ ജയന്തായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്.
ജയന്തും കെ സുധാകരനും ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നിലയിലുള്ള പ്രത്യാഘാതങ്ങൾ അവിടെ നിന്നുണ്ടാകില്ല എന്നുള്ളതാണ്. പുതിയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് ഈ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത നിലയ്ക്ക് കെ സുധാകരൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പുതിയൊരു ഡെവലപ്മെൻറ്റും ഇല്ല. നമ്മളടക്കം വാർത്ത കൊടുക്കുന്നത് എന്തോ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഒരു പുതിയ ഡെവലപ്മെൻറ്റും ഇല്ല. കെ സുധാകരൻ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ലീക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ വാർത്തയാണ് നമ്മളടക്കമുള്ളവർ ഹൈക്കമാൻഡിനെ കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്തൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നോക്കൂ, നേരത്തെ ഇവിടെ അരുൺ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മൂന്നാമത്തെ ഒരു സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കോർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം യു ഡി എഫിൽ നിന്ന് വളരെ കുറയുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വേണ്ടത്ര മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നില്ല. അതേസമയം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി ഈ 5 ലോക്സഭാ സീറ്റുകളിൽ നിന്ന് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ 28% വരുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ട പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് ആര് മറുപടി പറയേണ്ട കാര്യമാണ്? പ്രധാനമായും യു ഡി എഫിലെ മുസ്ലിം ലീഗ് അതിൻ്റെ വോട്ടർമാരോട് മറുപടി പറയേണ്ട കാര്യമാണ് എന്നുള്ള ഒരു വലിയ വിഷയം ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കെ സി വേണുഗോപാൽ വന്ന് നേരത്തെ മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്ന സീറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നു. അങ്ങനെ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വരുമ്പോൾ തന്നെ രണ്ടാമത്തെ വാചകം കെ സി വേണുഗോപാൽ ഉപയോഗിക്കുന്നത് സാമുദായിക സന്തുലനം ഉണ്ടാവണമെന്നാണ്. അപ്പോൾ പിന്നെ വയനാട്ടിലേ ഉള്ളൂ എന്നുള്ളതാണ്. ആ വയനാട്ടിൽ പോയി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും നേരത്തെ അരുൺ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഞാൻ ബി ജെ പി പോകേണ്ടി വന്നാൽ പോകും എന്നുള്ളത്, RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നുള്ളത്, പട്ടിപ്പരാമർശം, കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അസഭ്യ പരാമർശം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനോടൊരു അവജ്ഞ കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മൃഗങ്ങളോട് ഞങ്ങൾ മറുപടി പറയുന്നില്ല എന്ന് PMA സലാം എടുത്തു പറയാനുള്ള കാരണം ഈ പട്ടിപ്രയോഗം കാരണമാണ്. അപ്പോൾ കെ സുധാകരൻ അവിടെ വലിയ നിലയിൽ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഏതിൻ്റെ കാര്യത്തിനകത്ത്? ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിനകത്ത്. ഈ കെ സംസ്ഥയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കെ സംസ്ഥയെ സമസ്തയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് മലപ്പുറം, പൊന്നാനി ഒഴിച്ചുള്ള വടക്കൻ മലബാർ ജില്ലകളിൽ സമസ്തയുടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി LDF ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കെ സുധാകരൻ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷ വോട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. BJP സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഒരു കോൺഗ്രസ്സുകാരനെ കൂടി പാർലമെൻറ്റിലേക്ക് അയക്കാതിരിക്കുക എന്നുള്ളതാണ് BJP ചെയ്യാൻ. BJPയുടെ വോട്ടുകൾ BJPയുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കുറെ കൂടി LDF സ്ഥാനാർത്ഥിയിലേക്ക് ചായുകയും ആ നിലയിൽ MV ജയരാജന് ഒരു അഡ്വാൻറ്റേജ് നിലവിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കെ സുധാകരൻ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിലും കണ്ണൂർ ജില്ലയിൽ അതിശക്തനായിട്ടുള്ള നേതാവാണ് എന്നുള്ളതുകൊണ്ടും ബലാബലം അവിടെയുണ്ട്. പക്ഷേ നിലവിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പരിശോധിച്ചാൽ അല്പം എഡ്ജ് ഏതായാലും MV ജയരാജനുണ്ട്. MV ജയരാജൻ എതിരാളിക്കൊരു പോരാളി എന്ന മട്ടിലേക്ക് കണ്ണൂരിലെ പോരാട്ടം പോവുകയാണോ? പോരാട്ടം കൊഴുക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ കണ്ണൂരിലൊരു മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും CPM-ൻ്റെ ആയിട്ട് വരിക എന്നുള്ള കാര്യത്തിൽ ആർക്കായിരുന്നു സംശയം? ഇപ്പോൾ MV ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ അത്ഭുതകരമല്ല. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആരാണ്? ശൈലജ ടീച്ചറിൻ്റെ പേരാണ്. അപ്പം വളരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM പിന്നെ കണ്ണൂരിൽ ഇറക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്കെതിരായി കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണ്ടേ? അത് സ്വാഭാവികമായിട്ടും കെ സുധാകരൻ തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ഞാനതിൻ്റെ ഒരു ഇലക്ഷൻ്റെ ഒരു അരിത്മെറ്റിക്സ് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കണ്ണൂർ മണ്ഡലം ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുത്തിട്ടുള്ളത് കോൺഗ്രസ് MP-മാരെയാണ്. ഇപ്പോൾ 84 മുതൽ 98 വരെ തുടർച്ചയായിട്ട് ഏതാണ്ട് 15 വർഷം അല്ലേ, 15 വർഷം മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ അബ്ദുള്ളക്കുട്ടിയാണ് ആ മണ്ഡലം പിടിക്കുന്നത്. പിന്നെ സുധാകരൻ പിടിക്കുന്നു, സുധാകരനിൽ നിന്ന് ശ്രീമതി ടീച്ചർ പിടിക്കുന്നു, വീണ്ടും സുധാകരൻ പിടിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ്സിന് പിന്നെ വിജയിച്ചു വരാൻ കഴിഞ്ഞിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ. 2009 കണ്ണൂരിൽ KK രാഗേഷ് മത്സരിക്കുമ്പോൾ പിന്നെ സുധാകരൻ 50% മുകളിൽ വോട്ട് നേടിക്കൊണ്ടാണ് രാഗേഷിനെ തോൽപ്പിക്കുന്നത്. അന്ന് 45.1% KK രാഗേഷിൻ്റെ വോട്ടെന്ന് പറയുന്നത്. അതിനുശേഷം 2014 വരുമ്പോൾ ശ്രീമതി ടീച്ചർ തോൽപ്പിക്കുന്നുണ്ട് പിന്നെ സുധാകരനെ. അപ്പം 45.1 ശ്രീമതി ടീച്ചറിൻ്റെ വോട്ട്. അതായത് രാഗേഷ് പിടിച്ച അതേ വോട്ട് തന്നെയാണ്. പക്ഷേ അപ്പോൾ താഴത്തേക്ക് വന്നു സുധാകരൻ, 45 വന്നു. 6500 വോട്ടിൻ്റെ ഇങ്ങോട്ട് വ്യത്യാസത്തിലാണ് ശ്രീമതി ടീച്ചറുമായിട്ട് വളരെ നേരിയൊരു ഭൂരിപക്ഷത്തിലാണ് തോക്കുന്നത്. വീണ്ടും 2019 സുധാകരൻ ജയിക്കുമ്പോൾ വീണ്ടും 50-ന് മുകളിൽ പോവുകയാണ്. 99,000-നടുത്ത് 94,000-നടുത്ത് വോട്ടിന്
ആണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വിജയിക്കുന്നത്. അപ്പോൾ ഒരു 50% വോട്ട് പിന്നെ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ. തോൽക്കുമ്പോൾ പോലും അത് പിന്നെ CPM-നോട് വളരെ അടുത്ത് നിൽക്കുന്ന വോട്ട് ശതമാനമാണ്, ഒപ്പം നിൽക്കുന്ന വോട്ട് ശതമാനമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അരിത്മെറ്റിക്സിൽ സ്വാഭാവികമായിട്ടും കെ സുധാകരനൊരു ഒരു ശക്തിയുണ്ട്. ഇനി മറ്റ് ഫാക്ടേഴ്സുകൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ ഒരു സുധാകരൻ്റെ ഒരു പ്രശ്നം, സുധാകരൻ 2019 ജയിച്ചതിന് ശേഷം ആ കോൺസ്റ്റിറ്റ്യുവൻസി നന്നായി നഴ്സ് ചെയ്തു എന്നൊരു അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം ഒരു റിട്ടയർമെൻറ്റ് സ്പിരിറ്റിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ എത്തരത്തിൽ ബുമറാങ് ചെയ്യും എന്നുള്ളത് അറിയില്ല. പിന്നെ മുസ്ലിം വോട്ട് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ 3 ലക്ഷത്തിലേറെ മുസ്ലിം വോട്ടുള്ള ഒരു സ്ഥലമാണത്. ആ വോട്ട് ബാങ്ക് എങ്ങനെയാണ് പ്രധാനമായിട്ടും അത് സുധാകരനോട് മാത്രമായിരിക്കില്ല, UDF-നോടുള്ള കോൺഗ്രസിനോടുള്ള ലീഗിൻ്റെ ഒരു സമീപനമെന്ന് പറയുന്നത് സുധാകരനോടുള്ള ഒരു വ്യക്തിപരമായ അവേർഷൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് വളരെ ശക്തമായ ഒരു മത്സരം ഇക്കാര്യത്തിൽ നടക്കും പിന്നെ കണ്ണൂരിൽ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പിന്നെ ഈ സാമുദായിക സന്തുലിതത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം 2014 തെരഞ്ഞെടുപ്പിൽ ടി സിദ്ദിഖും MA ഷാനവാസും മത്സരിച്ചു. 2 സീറ്റുകൾ കോൺഗ്രസ് ഇന്ന് 2014 മത്സരിക്കുന്നുണ്ട്. 2019 ഒരു സവിശേഷ സാഹചര്യമാണ്, ഒരു സീറ്റ് ഷാനിമോൾ ഉസ്മാനുള്ളൂ എന്നുള്ളത്. കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കോൺഗ്രസിന് ഹിന്ദു സമുദായത്തിൽ തന്നെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ലീഗിൻ്റെ ഒരു പിന്നെ ലീഗ് വരുന്നത് കൊണ്ട് തന്നെ 2 സീറ്റുകൾ എന്തായാലും ഈ 20 സീറ്റിൽ മുസ്ലിങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതുകൂടാതെയാണ് 2 സീറ്റ് 2014 കോൺഗ്രസ് കൊടുക്കുന്നത്. അതേസമയം നോക്കൂ, ഇപ്പം ശശി തരൂർ, കെ മുരളീധരൻ ഒരു നായർ സമവാക്യമുണ്ട്. അതുപോലെ പിന്നെ KS സുധാകരൻ, അടൂർ പ്രകാശ് ഈഴവ സമവാക്യമുണ്ട്. ഇപ്പം കൊടിക്കുന്നിലെ പോലെ ഇപ്പം ദളിത് വിഭാഗത്തിനൊരു പ്രാതിനിധ്യം വരുന്നുണ്ട്. ഇപ്പം TN പ്രതാപൻ മത്സരിക്കുമ്പോൾ പിന്നോക്ക വിഭാഗക്കാർക്കൊരു പ്രാതിനിധ്യം വരുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ടാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും പിന്നെ എറണാകുളം ആണെങ്കിലും ചാലക്കുടി ആണെങ്കിലും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കേണ്ടി വരുന്നത്. അതൊരു സാമുദായികമായ സമ്മർദ്ദം കോൺഗ്രസ് അവിടെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സവിശേഷതയായി ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ്. ഇടുക്കിയിൽ ജോയ്സ് ജോർജാണ് സ്ഥാനാർത്ഥി, പത്തനംതിട്ടയിൽ തോമസ് ഐസക്കാണ് സ്ഥാനാർത്ഥി, ഇപ്പോൾ എറണാകുളത്ത് ഷൈനാണ് സ്ഥാനാർത്ഥി, ചാലക്കുടിയാണ് അതിനകത്തൊരു അപവാദമായിട്ട് വന്നിരിക്കുന്നത്, രവീന്ദ്രനാഥ് വന്നിരിക്കുന്നു. അപ്പോൾ നേരത്തെ KP ധർമാലം നിർത്തിയിട്ടുണ്ട് ചാലക്കുടിയിൽ പിന്നെ കോൺഗ്രസ്. അപ്പോൾ ആ അർത്ഥത്തിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു സമ്മർദ്ദം ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഒരു പിന്നെ ഉപവിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സമുദായത്തിന് കൊടുക്കേണ്ടി വരുന്നു. അതുകൂടാതെയാണ് 2014 2 സീറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുത്തു. അതായത് ലീഗ് മത്സരിക്കുന്ന 2 സീറ്റ് കൂടാതെ ആ മുന്നണിയിലപ്പം മൊത്തം 4 സീറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമ്മർദ്ദങ്ങളെ മനസ്സിലാക്കുന്ന വിഭാഗം തന്നെയാണ് ലീഗ്. അതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വന്നില്ല എന്നുള്ളത് കൊണ്ട് ലീഗിൻ്റെ സമീപനം കോൺഗ്രസിനോട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഈ അർത്ഥത്തിലൊക്കെ നല്ല മനസ്സിലാക്കൽ ലീഗിനും ഉണ്ടാകും. അതുകൊണ്ട് കണ്ണൂരിൻ്റെ ഒരു സാഹചര്യത്തിൽ കണ്ണൂരിൻ്റെ അരിത്മെറ്റിക്സ് നോക്കുമ്പോഴത്തേക്കും കെ സുധാകരൻ മികച്ച സ്ഥാനാർത്ഥിയാണ്. വളരെ ശക്തമായ ഫൈറ്റ് അവിടെ നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ശക്തമായ പോരാട്ടം തന്നെ കണ്ണൂരിൽ നടക്കും. പക്ഷേ 94,559 വോട്ടിന്റെ ഭൂരിപക്ഷമൊന്നും ഇക്കുറി കെ സുധാകരൻ വിജയിച്ചാലും കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം MV ജയരാജനും അവിടെ ഈക്വൽ ചാൻസ് ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കണ്ണൂരിന്റെ രാഷ്ട്രീയം 2019 നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ശബരിമല അടക്കമുള്ള രാഹുൽ ഗാന്ധി മത്സരിച്ച ആ ഒരു കാറ്റ് വീശിയിട്ടുണ്ട് കണ്ണൂരിലേക്ക് എന്നുള്ളതും നമുക്ക് വ്യക്തമായ കാര്യമാണ്. അതിൻ്റെ കൂടി ഒരു ആനുകൂല്യമാണ് കെ സുധാകരന് ലഭിച്ച ഈ വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജയിച്ചാൽ തന്നെ അത്ര വലിയൊരു ഭൂരിപക്ഷത്തിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല MV ജയരാജന് ആ മണ്ഡലത്തിന്റെ മുക്കും മൂലയും നന്നായി അറിയാവുന്ന നേതാവാണ്. അപ്പോൾ MV ജയരാജനെ പോലെ ഒരു നേതാവിനോട് പോരാടി ജയിക്കുക എന്ന് പറയുന്നത് അത് ശ്രീമതി ടീച്ചറെ തോൽപ്പിച്ചതുപോലെ ഒന്നും അത്ര എളുപ്പമാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ലഭിച്ച ആ ഒരു പെർസെൻറ്റേജിന്റെ ഡിഫറൻസ് അതിനെക്കുറിച്ച് കൂടി നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് സർ. കാരണം കെ സുധാകരൻ എവിടെ നിന്നാണ് ഈ പ്ലസ് വോട്ട്സ് വരുന്നത്? ആ പ്ലസ് വോട്ട്സ് വരുന്ന ഒരു പ്രത്യേക കേന്ദ്രമുണ്ട്. ആ പ്ലസ് വോട്ട്സ് എന്ന് പറയുന്നതാണ് കെ സുധാകരൻ എപ്പോഴും അദ്ദേഹത്തിന് തന്നെ ഒരു ബാങ്ക് ബാലൻസ് പോലെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ വോട്ടുകൾ ഇക്കുറി കെ സുധാകരന് കിട്ടാതിരിക്കുകയാണെങ്കിൽ ആ പ്ലസ് വോട്ട്സ് വരുന്നത്, അതായത് BJP-യിലേക്ക് സ്വാഭാവികമായി പോകേണ്ട വോട്ടുകൾ വഴിമാറി ഇപ്പുറത്തേക്ക് വരുന്നതാണ് കെ സുധാകരനെ തുണയ്ക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പോക്ക് ഇക്കുറി ഉണ്ടാകാതെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ്, ഒപ്പം KS ഹംസ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി വന്നതിലൂടെ മുസ്ലിം വിഭാഗത്തിന് CPIM-നോട് ഉണ്ടാകുന്ന ഒരു പ്രതിപത്തി, അത് രണ്ടും കൂടി ചേർന്ന ഒരു ഘടകമായി കണ്ണൂരിൽ വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ MV ജയരാജന് വിജയം എന്ന് പറയുന്നത് അത്ര ദൂരെയൊന്നുമല്ല. കണ്ണൂരിൽ KS സുധാകരന്റെ ഒരു പോപ്പുലാരിറ്റി ഫാക്ടർ നമ്മൾ എടുത്തു നോക്കണം. ഇപ്പോൾ KS സുധാകരന്റെ പോപ്പുലാരിറ്റി ഫാക്ടറിൽ
അദ്ദേഹം തന്നെ കാണിച്ചു വെക്കുന്ന മണ്ടത്തരങ്ങൾ കാരണം കുറേ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ കരുത്തനായ ഗർജിക്കുന്ന സിംഹം ഒന്നുമല്ല കെ സുധാകരൻ. കെ സുധാകരനെതിരെയും NK പ്രേമചന്ദ്രനെതിരെയും BJP ദുർബലമായ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സാധ്യത. നേരത്തെ കുമ്മനത്തിൻ്റെ പേരാണ് കൊല്ലത്ത് കേട്ടിരുന്നത്. ഇപ്പോൾ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിൻ്റെ പേരാണല്ലോ നമ്മൾ കേൾക്കുന്നത്. എന്ന് പറയുന്ന പോലെ കെ സുധാകരൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ കണ്ണൂരിൽ ആരാ മത്സരിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇപ്പോഴും നമുക്കില്ല, അല്ലേ? ഇല്ല, കണ്ണൂരിൽ CK പത്മനാഭൻ മത്സരിച്ചിട്ട് പോലും 7% വോട്ടാണ്. CK പത്മനാഭൻ അവിടെ BJP അണികളിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പുതിയ ആളുകൾ രംഗപ്രവേശനം ചെയ്തല്ലോ. സുജിത് പൂർത്തിയാക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. കെ സുധാകരന് ലഭിക്കുന്നത് മുഴുവൻ, ജയിച്ചാൽ തന്നെ അത് മുഴുവൻ കോൺഗ്രസ് വോട്ട് കിട്ടി ജയിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിൻ്റെ ഒരു സത്യസന്ധമായ വിലയിരുത്തലിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ MV ജയരാജന് ഇത്തവണ കിട്ടാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായും MV ജയരാജനിൽ പോൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കൂടുതലായി വോട്ടുകൾ, കണ്ണൂരിലെ വോട്ടുകൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത് MV ജയരാജനിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഏക സിവിൽ കോഡിന്റെ വിഷയമായാലും പൗരത്വ നിയമമായാലും അതിലൊക്കെ ഇടതുപക്ഷം എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് അത് കണ്ണൂരിലെ വോട്ടർമാർക്കിടയിലും പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടേക്ക് പോകും എന്ന് ഉറപ്പില്ല എന്ന് കരുതുന്ന ആ വോട്ടുകൾ, മുസ്ലിം വിഭാഗത്തിലെ തന്നെ വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ MV ജയരാജന് ഈ പറയുന്ന വലിയ മാർജിന് അല്ലെങ്കിൽ പോലും ഒരു വിജയം അസാധ്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി കണ്ണൂരിൽ MV ജയരാജൻ ജയിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെ സുധാകരന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ 94,000-ലേക്കൊക്കെ ഭൂരിപക്ഷം എത്തിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു രണ്ട് കക്ഷികൾ മാത്രം മത്സരിക്കുന്ന തരത്തിലേക്ക് തീരെ ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയെ NDA അവിടെ നിർത്തിയാൽ മാത്രമേ കെ സുധാകരൻ ഈ വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയൂ. അപ്പോഴും കെ സുധാകരൻ ജയിക്കുന്നത് ഈ BJPയുടെ വോട്ടുകൾ അവിടേക്ക് എത്തുന്നു എന്ന ആരോപണത്തിന് ബലം പകരുന്ന രീതിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകുമോ എന്നത് അവിടുത്തെ NDA സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്കറിയില്ല. ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു മണ്ഡലത്തിലും. നമുക്കറിയാവുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും, ആറ്റിങ്ങലിൽ V മുരളീധരനും, പാലക്കാട്ട് C കൃഷ്ണകുമാറും, അത് 3 മാത്രമാണ് ഏക പേരുള്ള സ്ഥാനാർത്ഥിത്വം. ബാക്കിയുള്ളങ്ങളിലൊന്നും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് BJP എത്താത്ത ഒരു സാഹചര്യത്തിൽ, കണ്ണൂരിൽ ആരാണെന്ന് പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ നേരത്തെ നികേഷ് സർ പറഞ്ഞ സാധ്യതയും അവിടെ നിലനിൽക്കുകയാണ്. ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ നോ ഡൗട്ട് കെ സുധാകരനിലേക്ക് ആ വോട്ടുകളും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനകൾ ആ രീതിയിലാണ്, താൻ ആരിൽ നിന്നും അകലം പാലിക്കുന്നില്ല എന്ന രീതിയിൽ അങ്ങനെയുള്ള വോട്ടുകൾ കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ മറുഭാഗത്ത് KS ഹംസയെ പൊന്നാനിയിലിറക്കി സമസ്ത AP വിഭാഗം ഇതിനകം തന്നെ KS ഹംസയ്ക്ക് വേണ്ടി പരസ്യമായി തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കൃത്യമായി മുസ്ലിം വോട്ടുകൾ, ഇടതുപക്ഷത്തിന്റെ ആ തന്ത്രം വളരെ കൃത്യമാണ്. ഇടതുപക്ഷത്തിന് മുസ്ലിം വോട്ടുകൾ കണ്ണൂരിൽ കിട്ടാൻ പോകുന്നു. MV ജയരാജനിലേക്ക് ആ വോട്ടുകൾ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതലായി പോൾ ചെയ്യാൻ പോകുന്ന ഒരു സാധ്യത അവിടെ വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പോരാട്ടം കൊഴുക്കും, രണ്ട് കൂട്ടർക്കും ജയിക്കാനുള്ള സാധ്യതയും തുല്യമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം കൂടി, അതായത് MP എന്നുള്ള നിലയിൽ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു, MP എന്നുള്ള നിലയിൽ കെ സുധാകരൻ അവിടെ ഒരു പ്രസൻസേ അല്ല. അദ്ദേഹം KPC പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നോക്കൂ, രണ്ടാമത്തെ തവണ മത്സരിച്ചപ്പോൾ PK ശ്രീമതി ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് PK ശ്രീമതി ഈ ആന്റി ഇൻകംബൻസിയാണ്. കെ സുധാകരനെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസിയാണ് PK ശ്രീമതിയെ ജയിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല PK ശ്രീമതി ഒരു നല്ല MP കൂടിയാണ്. അപ്പോൾ PK ശ്രീമതിക്ക് കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിയാതെ പോയിട്ടുള്ളത് ഈ ശബരിമല എഫക്റ്റാണ്. നിങ്ങൾ വിചാരിക്കേണ്ട കണ്ണൂരിലോ അല്ലെങ്കിൽ മലബാറിലോ ശബരിമല എഫക്റ്റ് ഇല്ലാന്ന്. വലിയ തോതിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കല്യാശ്ശേരിയും തളിപ്പറമ്പിലൊക്കെ 1000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഇപ്പോൾ 25,000 വോട്ടിന് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്ന തളിപ്പറമ്പിൽ പോലും 1000 വോട്ട് വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ തവണ ഈ പറയുന്ന 94,000 എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്ലസ് ശബരിമല. എക്സാക്ട്ലി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കെ സുധാകരൻ KPC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. അദ്ദേഹം പരാജയപ്പെട്ടാൽ അത് വലിയ തോൽവിയായി മാറും, വൻവൃക്ഷം ഇടിഞ്ഞു വീഴുന്ന പോലെയാവും. അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ടുള്ളൊരു സ്പേസ് സുധാകരനെ നിലനിർത്തണമെങ്കിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിലനിർത്തണമെങ്കിൽ ഈ ജയം അനിവാര്യമാണ്. അതെ, നമുക്ക് അതിൽ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. സാറിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ചോദ്യം പോരാട്ടം കൊഴുക്കുമോ എന്നാണ്. ഇപ്പോൾ നിലവിൽ 2 സ്ഥാനാർത്ഥികളാണ് ആയിട്ടുള്ളത്. 2 പേരും ശക്തരാണ്. പോരാട്ടം കൊഴുക്കും എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. Yes 4. Meet the editors.